നയൻറ്റീസിലെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ആനിമെ ആയിരുന്നു യായിബ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോയിട്ടിരിക്കുന്ന ഒരു കിഡിലൻ ആനിമെ സീരീസ് ആണ് യായിബ ദ സാമുറായി ലെജൻഡ് എന്ന് പറയുന്നത്. ഇതിനു മുന്നേ 1993-94 ഒരു വെർഷൻ ഇറക്കിയിട്ടുണ്ട് ഈ ഒരു ആനിമയ്ക്ക്. അതാണ് ഞാൻ പറഞ്ഞത് നൊസ്റ്റാൾജിക് ആണെന്ന്. ഇതിന്റെ റീമേക്ക് ആണ് അല്ലെങ്കിൽ റീബൂട്ടാണത്. ഒരു 52 എപ്പിസോഡുള്ള വെർഷൻ ആയിരുന്നു 1993 ഗോഷോ അയാമ ക്രിയേറ്റ് ചെയ്ത ഒരു ആനിമെ ബാറ്റിൽ ഷോണൻ ആനിമയാണ് യായിബ എന്ന് പറയുന്നത്. അയാമയുടെ പ്രീവിയസ് വർക്കായിരുന്നു ഡിറ്റക്റ്റീവ് കോണൻ, അതുപോലെ മാജിക് ആയിട്ടും ഒക്കെ. നിങ്ങൾ യായിബ കാണുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. ക്യാരക്ടർ, ആർട്ട് സ്റ്റൈൽ ഒക്കെ വളരെ സിമിലർ ആണ്. ഓൾസോ ഡിറ്റക്റ്റീവ് കോണനിൽ യായിബ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒനിമാറു അങ്ങനെ ക്യാരക്ടേഴ്സ് എല്ലാം കാനോണായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരുടെ OVA എപ്പിസോഡ് കൂടെ അതിൽ ഫുള്ളായിട്ട് എല്ലാവരും വരുന്ന ഒരു എപ്പിസോഡ് ഉണ്ട്. സോ യായിബ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ആനിമെ. ബട്ട് ഒരു പ്രോപ്പർ അഡാപ്റ്റേഷൻ ഓർ മാങ്ക കംപ്ലീറ്റേഷൻ ഒന്നും 1993 വെർഷനിൽ കിട്ടിയിരുന്നില്ല. ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. വിഡ് സ്റ്റുഡിയോ ആണ് ഇത് ആനിമേഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സീരിയസ്ലി ഈ അടുത്ത് കണ്ടതിൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു ആനിമേഷൻ സ്റ്റൈൽ, ആ ഒരു 90s സ്റ്റൈൽ നിലനിർത്തി ആനിമേറ്റ് ചെയ്തിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു പീരിയഡ് മാങ്ക ഒക്കെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ ആ ഒരു സെയിം എസൻസ് ഒക്കെ നിലനിർത്തി വേണം ചെയ്യാൻ. കാരണം അത് ഭയങ്കര രസമാണ്. അത് കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര നമുക്കൊരു എന്താ പറയുക, ആ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ളൊരു ഫീൽ ഉണ്ട്. ഇനി പ്ലോട്ടിലേക്ക് പോകാം. നമ്മുടെ മെയിൻ ക്യാരക്ടർ, നമ്മുടെ മെയിൻ MC ആണ് കുറോഗാമെ യായിബ. നമ്മുടെ മിയാമോട്ടോ മുസാഷി എന്ന ലെജൻഡറി റിയൽ ലൈഫ് സാമുറായി ആളെ ഇൻസ്പയർ ചെയ്താണ് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്തിരിക്കുന്നത്. ആനിമെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൈൻഡ് ഒരു ഡ്രാഗൺ ബോൾ വൈബ് കിട്ടും. ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ സിമിലർ ആണ്. ഇപ്പോൾ യായിബയുടെ ഫാദർ ആയാലും കൈൻഡ് ലുക്ക് ലൈക്ക് ഒരു ഗോക്കുൻ്റെ ഒരു വെർഷൻ പോലെ നമുക്ക് തോന്നും. അപ്പോൾ കുറോഗാമെ യായിബ ചെറുപ്പം മുതലേ അവൻ്റെ അച്ഛനായ കെഞ്ചിറോയുടെ ഒപ്പം ഒരു ജംഗിളിൽ സാമുറായി ആവാൻ വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതും ജംഗിളിൽ വരുന്ന ഗൊറില്ലാസ്, ടൈഗേഴ്സ്, വൾച്ചേഴ്സ് അങ്ങനെ എല്ലാ മൃഗങ്ങളുമായിട്ടും ഫൈറ്റ് ചെയ്തൊക്കെയാണ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെ ബൈ ഫേറ്റ് അവർ ജംഗിളിൽ നിന്നും ജപ്പാനിലേക്ക് എത്തുന്നു. തുടർന്ന് യായിബ അവൻ്റെ ഡാഡായ കെഞ്ചിറോയിൻ്റെ കണക്ഷനുള്ള മിനായ് എന്ന് പറഞ്ഞ ഫാമിലിയിൽ താമസിച്ച് ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ ഈ ഫാമിലിയിൽ സയാക്ക എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ സയാക്കയുടെ ഒപ്പം ഫോളോ ചെയ്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ചാണ് കെൻഡോ എക്സ്പേർട്ടും നമ്പർ 1 ആയിട്ടുള്ള നമ്മുടെ ടക്കേഷി ഒനിമാറു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ അടുത്ത ക്യാരക്ടറാണ്. ഈ 2 ക്യാരക്ടറും പരസ്പരം അന്നു മുതൽ മ്യൂച്വൽ ഫുൾ ഡ്യുവലാണ്. ഈ യായിബ എന്നിട്ട് നേരെ ഇവനെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഫുൾ അടിയോട് അടിയാണ്. അങ്ങനെ യായിബ ഒരു ദിവസം നമ്മുടെ ഈ മെയിൻ കെൻഡോ എക്സ്പേർട്ടായിട്ടുള്ള ഒനിമാറുവിനെ തോൽപ്പിക്കുന്നു. പിന്നീട് ഈ യായിബനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒനിമാറു പല മാർഗങ്ങൾ നോക്കുന്നു. പിന്നീട് ഇവർ രണ്ടും മോർ പവർഫുൾ ആവാൻ വേണ്ടിയുള്ള ആ ഒരു മാർഗങ്ങൾ നോക്കി ഇറങ്ങുന്നതിൽ നിന്നാണ് 2 ലെജൻഡറി സോഡ്സ് ആയ ഫൂജിക്കൻ വിൻഡ് ഗോഡ് സോഡാണ്, അതായത് വിൻഡ് ഗോഡിൻ്റെ പവറുള്ള ഒരു സോഡാണ്. അതുപോലെ തന്നെ റൈജിക്കൻ, ഇത് രണ്ടും അവേക്കൺ ആവുന്നത്. ഈ റൈജിക്കൻ എന്ന് പറയുന്നത് ഒരു തണ്ടർ ഗോഡിൻ്റെ സോഡ് എന്ന് പറയാം. ഇത് രണ്ടും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സോഡ്സ് ആണ് ആൻഡ് ഭയങ്കര പവർഫുൾ ആണ്. ഈ സോഡ്സിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും ആർക്കും അറിയില്ല. ആൻഡ് ഈവൻ മോർ സോഡ്സ് ഇതിൻ്റെ മാങ്കയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പഴയ വെർഷനിൽ അങ്ങനെ അധികം കാണിക്കുന്നില്ല. ദാറ്റ് മോർ ലൈക്ക് ഒരു കോമഡി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടും ഫെയ്ത്ത്ഫുൾ അല്ല എന്ന് വേണം പറയാൻ. ബട്ട് ആക്ച്വലി ഒരു ഫൺ വൈബ്, ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വളരെ കിടലായിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി ബേസ്ഡ് ആയിട്ട് നല്ലൊരു ആനിമയാണ് യായിബ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം 3 എപ്പിസോഡാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്ത് പോവാം ഈ ഒരു സമയത്ത് തന്നെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് കാണാം. ഇറ്റ്സ് യുവർ ചോയ്സ്. എന്തായാലും മിസ്സാക്കണ്ട. ദിസ് ഈസ് എ ഗുഡ് ആനിമെ.